ലുലുമാളിൽ പോയി. ഇതൊക്കെ അത്രയും സന്തോഷമായിരുന്നു. ഈ സത്യം പറഞ്ഞാൽ ഈ ടൂറും അല്ലെ ഈ പോക്കും ഈ കൂട്ടായ്മകളൊക്കെയാണ് ഈ സത്യം പറഞ്ഞാൽ ഈ നിലനിൽക്കുന്നത്. ഇതിന് കാരണം ഈ കൂട്ടായ്മ അല്ലേ ചേച്ചി? ഈ കൂട്ടായ്മകളാണ് ഇന്നും നിലനിർത്തുന്നത്. സാലി ചേച്ചി അന്ന് വന്നെങ്കിലും ഈ കൂട്ടായ്മ ഉണ്ടായോണ്ടോ പിന്നെയും ചേച്ചി എന്ത് ചെയ്തത് അല്ലേ ഇതിനകത്ത് കണക്റ്റായത് എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഈ കൂട്ടായ്മ നിലനിർത്തിക്കൊണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ള മന്ദാരം പൂക്കും മറുതീരത്താണോ ഉന്മാദം പൂക്കും പുഴയോരത്താണോ ആരാരു കണ്ടു നീയൻ പൂത്തോണി പുഴയോരത്തിൽ തൊണ്ടയിൽ താഴേക്ക് ഇറങ്ങില്ല. അഥവാ ഇത്തിരി ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങണമെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഓവറായിട്ട് അത് പല പ്രാവശ്യമായിട്ട് കഴിച്ചിട്ടും പറ്റാതെ വൊമിറ്റ് ചെയ്ത് മുഴുവൻ കളയണം. ആമവാദം കഠിനമായിട്ട് വിരലുകളൊക്കെ മുരടിച്ചു പോയി, ചുണ്ടൊക്കെ ഇങ്ങനെ കൂടി, എല്ലുകളൊക്കെ ദ്രവിച്ചു അല്ലേ? ഇപ്പോഴത്തെ ഈ എല്ലുകൾ കംപ്ലീറ്റ് ദ്രവിച്ചില്ലേ? എല്ലുകളൊക്കെ ദ്രവിച്ചു, പല്ലുകളെല്ലാം അടർന്നു പോയി, മുടിയൊക്കെ കൊഴിഞ്ഞു. പനങ്കുല പോലെ കിടന്ന മുടിയല്ലായിരുന്ന? എവിടെ വരെ ഉണ്ടായിരുന്ന മുടി? സന്ധി വരെ ഉണ്ടായിരുന്ന മുടി അവസാനം കൊഴിഞ്ഞു. എത്ര കൊല്ലമായിട്ട് ഇതിന് മരുന്ന് കഴിക്കുന്നു? 2014 മുതൽ 26 ഇപ്പം നമ്മുടെ 26 ഇത്രയും കാലമായിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാള്. പക്ഷെ നമ്മളെ പ്രോഗ്രാം ചെയ്ത് ഒറ്റ ദിവസം കൊണ്ട് ആൾക്ക് ചേഞ്ച് ചെയ്യും. എന്താണ് ആ ചേഞ്ച് ചെയ്തത്? ഭക്ഷണം ഇറക്കാൻ ഒറ്റ ദിവസം എടുത്തുള്ളൂ. ഒരു ക്ലബ് കൊടുക്കും, ഒറ്റ ദിവസം എടുത്തുള്ളൂ. ഒരു ദിവസം കൊണ്ട് ആൾക്ക് ഭക്ഷണം ഇറക്കാൻ പറ്റും. എത്ര കാലം ഭക്ഷണം ഇറക്കാൻ കഴിയില്ലായിരുന്നു? ഒരു 5-6 മാസമായി കൂടുതലായിട്ട്. 6 മാസക്കാലമായിട്ട് ഭക്ഷണം ഇറക്കാൻ കഴിയില്ല. ഈ ഹോസ്പിറ്റലിൽ പോയി വന്നപ്പോൾ പൊറോട്ട കഴിച്ചപ്പോൾ എന്ത് സംഭവിച്ചത്? പൊറോട്ട കഴിക്കേണ്ടി വന്നു ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ. കാരണം വിശക്കുന്നു, ഭക്ഷണം വേറെ ഇവിടെ ഇല്ല. ആൾക്ക് പൊറോട്ട കഴിക്കേണ്ടി വന്നു. പൊറോട്ട കഴിച്ചു കഴിഞ്ഞപ്പോൾ താഴേക്ക് പോകില്ല. ഇന്നലെ ഇവിടെ വന്നപ്പോൾ എന്തൊക്കെ കഴിച്ചു? ഇവിടുന്ന് വറുത്ത കൊണ്ടാട്ടം കഴിച്ചില്ലേ? ഛർദിച്ചു വന്നിട്ട് വെള്ളം കുടിച്ചാലാണ് അറിഞ്ഞത്. 3 ദിവസം കൊണ്ട് 3 ആഴ്ച ഉണ്ട്. അപ്പൊ ആളുടെ ആ വന്ന ആളാണോ ഇപ്പോൾ നിങ്ങൾ നോക്കി? വന്ന ആളല്ല, ആളെ മൊത്തത്തിൽ മാറി. 3 ആഴ്ച അപ്പൊ നമ്മള് ഇപ്പൊ മറിയാം ചേച്ചി പറഞ്ഞാൽ നമുക്ക് 11:30 വരെയാണ് നമ്മുടെ ഈ സെഷൻ. 11:30 ആകുമ്പോൾ നമ്മുടെ ഈ സെഷൻ അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് 12:45 വരെ നമുക്ക് എന്റർടൈൻമെന്റ് പ്രോഗ്രാം. നിങ്ങൾക്ക് പാടാം, ഡാൻസ് ചെയ്യാം, അതൊക്കെ ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നിങ്ങളുടെ പരിപാടി ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 11:30 വരെയാണ് നമ്മുടെ. അപ്പൊ നമ്മളിപ്പോ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ മറിയാം ചേച്ചി പറയുന്നത് 1 കൊല്ലമായി നമ്മുടെ ഇവിടെ ഈ അവയർനെസ് പ്രോഗ്രാം. ഇതിലൂടെ റിസൾട്ട് കിട്ടിയ ആൾക്കാർ ആരൊക്കെയാണ്? ആദിത്യൻ, പിന്നെ പിന്നെ മറിയാം ചേച്ചി ഇവിടെ വന്നിട്ട് റിസൾട്ട് എടുത്ത ആളല്ല. ബിനി ഇവിടെ വന്നിട്ട് റിസൾട്ട് എടുത്ത ആളല്ല. തിരുമേനിയും സരോൺ ചേച്ചിയും സെന്ററിലെ ശരിയല്ല, രാജ്യത്തിന് ഓർക്കുന്നില്ല, അവരൊക്കെ സെന്ററിൽ വന്ന് പ്രോഗ്രാം ചെയ്തത്. ഇവിടെ നമ്മൾ തുടങ്ങിയതിന് ശേഷം സ്റ്റെല്ല, പിന്നെ ആദിത്യൻ, പിന്നെ ദീപ, പിന്നെ സതീല, മേരി ചേച്ചി, സനൂപ്, പിന്നെ നിർത്തിപ്പോയല്ലോ രേണുക, സുകന്യ, റോസ്ലി, ജെയ്സൺ, പിന്നെ വേറെയും കാണണല്ലോ, ഇന്ദിര, അഞ്ജന, പിന്നെ ഓമനക്കുട്ടത്തിന് അല്ലേ? ഓമനക്കുട്ടത്തിന് ഇവിടെ അങ്ങനെ വന്നില്ല അല്ലേ? അല്ല വന്നില്ല. അപ്പൊ ഇങ്ങനെ ഇനിയും ഉണ്ടാവും. ഇതിനകത്ത് ഇനി ആൾക്കാർ ആരെങ്കിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. ശോഭ ചേച്ചി ഇവിടെ നോക്കുന്നല്ലേ? ഇവർക്കൊക്കെ ഒത്തിരി മാറ്റങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ കിട്ടാൻ കാരണം ഇവിടെ ഈ സെഷൻ തുടങ്ങിയത് കൊണ്ടാണ്. അതാണ് നമുക്ക് ഇവിടുത്തെ പ്രത്യേകത. അപ്പൊ ഇതിങ്ങനെ 1 കൊല്ലം നിലനിന്നു ഇതിനെ നിലനിർത്തുന്നത്. ഇവർക്ക് എല്ലാവർക്കും മാറ്റങ്ങളാണ്. മേരി ചേച്ചിയുടെ മാറ്റം എന്താണ്? പറയും ഇവിടെ വരും. അല്ല, ചേച്ചിനെ അറിയാൻ പാടില്ലാത്തവരുണ്ട്. പിന്നെ എൻ്റെ പേര് വേദി ദർശി, കുറുമ്പശ്ശേരിയിലാണ്. എനിക്ക് വയസ്സ് കുറഞ്ഞു പറഞ്ഞു. പിന്നെ എനിക്ക് കാൽവേദനയായിട്ടാണ് മെയിനായിട്ട് ഇവിടെ വന്നത്. ഇവിടെ അടുത്താണോ വീട്? ഈ അമ്പലത്തിന് എനിക്കറിയാം. ഈ അമ്പലത്തിന് തൊട്ട് പടിഞ്ഞാറ് വെച്ചാണ്.
കാലിൻ്റെ വേദന കുറഞ്ഞു ഒരുമാതിരി നടക്കാറായിട്ടില്ല. പിന്നെ എത്ര കാലമായി കാലുവേദന ഉണ്ടായിരുന്നു? അത് 20 വർഷമായിട്ട് ആക്സിഡൻ്റാണ്. ആക്സിഡന്റ്. പിന്നെ തലയിൽ ഇങ്ങനെ ഉറക്കമില്ലാതെ രാത്രി തലവേദനയായിട്ടൊന്നും കിടക്കുന്നു, അതൊക്കെ കുറഞ്ഞു. ഇവിടെ വരുന്ന സമയത്ത് ഈ കാലുമായിട്ട് എങ്ങനെ നടന്നിട്ടുള്ളത്? ശരിക്കും ഇത്തിരി വളവുണ്ടായിരുന്നു. അത് ഇപ്പോഴുണ്ട്, അത് ശരിക്കായിട്ടില്ല. എന്നാലും വേദന കുറെ കുറഞ്ഞ് നമുക്ക് നടക്കാൻ പറ്റുന്നുണ്ട്. ഉറക്കം ശരിയായി. കക്ഷത്തില് കണ്ട് എനിക്ക് നല്ലോണം നീരും വേദനയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ കുറഞ്ഞു. മെയിനായിട്ട് കിട്ടിയ മാറ്റം ഈ കാലിന്റെ മാറ്റം അല്ലല്ല, കാലിങ്ങനെ നമുക്കിപ്പോ നടക്കാറായിട്ടുണ്ട്. അതാണ് മാറ്റം. ഞാൻ അവളും കൂടി ഒപ്പം ഇരുന്നിട്ടാണ് എൻ്റെ മോളുടെ വീട്ടില് ഇരുന്നത് പെരുന്നാള്. അങ്ങനെ ആ സംഭവം കണ്ടിട്ട് എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നിയിട്ടാണ് അത് ശരിയായി എന്നുള്ളത് മാറ്റങ്ങൾ വന്നിരുന്നത്. ഇതാണ് മാറ്റം. നമ്മുടെ ഈ ഒരു സംവിധാനം ഇവിടെ നടക്കുന്നതിൽ നിന്ന് വ്യക്തികൾക്ക് കിട്ടിയ ചേഞ്ചാണ്. അപ്പൊ അതിന് ശരിക്കും നമ്മളെ പ്രേരിപ്പിച്ചത് നാരായണ തിരുമേനിയാണ്. ക്ലാപ്പ് കൊടുക്കേണ്ടത് ശരിക്കും നമ്മുടെ കോച്ചിന് താങ്ക്സ് പറയാന്നുള്ളത് നമ്മുടെ. അപ്പൊ ഒരുപാട് മാറ്റം ഇപ്പൊ ഇതിനകത്തിരിക്കുന്ന ഓരോരുത്തരും നമുക്ക് എല്ലാവരുടെയും മാറ്റം പറയാനായിട്ട് ഇന്നത്തെ ഈ സെഷനിൽ നടക്കില്ല. പരിമിതി വരെയാണ് എനിക്കൊക്കെ. അപ്പൊ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇതിനെ നിലനിർത്തണം. നമ്മൾ നിലനിർത്തണ്ടേ? ഇപ്പൊ ഞാൻ പറയണത്, ഒരിക്കൽ ഞാനിവിടെ വരുമ്പോ ആരുമില്ല, ഞാനും തിരുമേനിയും മാത്രമല്ല, ഞങ്ങൾ ഈ 3 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ വരുമ്പോ. ഞാൻ 60 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് 2 വീലർ ഓടിച്ച് അവിടെ നിന്ന് ഇവിടെ വരുമ്പോ ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. സരോൺ ചേച്ചി എന്നോട് പറഞ്ഞിട്ടുണ്ട്, സാറ് വരണ്ട സാർ എന്ത് കഷ്ടപ്പെട്ട അവിടെ നിന്ന് ഇവിടെ വരെ വരുന്നത്, സാറ് വരണ്ട എന്ന് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ എന്താ പറഞ്ഞു? ആളെ നോക്കിയിട്ടല്ല വരുന്നത്, ആളെ നോക്കിയിട്ടല്ല വരുന്നത്. 2 ആളുണ്ടായാലും 10 ആളുണ്ടായാലും എനിക്ക് ഒരുപോലെയാണ്. കാര്യം ഈ ഞാൻ 6.5 കൊല്ലമായി ഫീൽഡിൽ വന്നത്. ഒരുപാട് പേര് എൻ്റെ ഒരിക്കൽ വന്ന് പ്രോഗ്രാം ചെയ്തു. ഈ സ്നേഹിക്കുന്നവരും മാനസികമായിട്ട് അടുപ്പമുള്ളവരും ഏറ്റവും കൂടുതൽ ഉള്ളത് സത്യത്തിൽ എവിടെയാണ്? ഇവിടെ. നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി ഒരു ക്ലാസ്. ചെറിയ കാര്യമല്ലത്. നിങ്ങളെനിക്ക് വഴക്കിടാം, ചിലരെയൊന്നും വഴക്കിടാൻ പറ്റില്ല. വഴക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പോകാൻ പറ്റില്ല. പക്ഷെ നിങ്ങളെനിക്ക് വഴക്കിടാം, ശാസിക്കാം, നിങ്ങളുമായിട്ട് എത്ര മാത്രം അടുത്തിടപെടാൻ ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു ബന്ധം എനിക്ക് ഈ കുറുമശ്ശേരി ബേസ് ചെയ്തുള്ള ആളുകളിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഈ 60 കിലോമീറ്റർ അപ്പുറത്തു നിന്നും ഇവിടെ വരുന്നത്.
ഇത് ശരീരം. രോഗം വന്നിരിക്കുന്നത് എവിടെയാണ്? ശരീരത്തിന്. ശരീരത്തിന്റെ രോഗാവസ്ഥയെക്കുറിച്ച് മൈൻഡ് ബോധവാനല്ല. മൈൻഡില് എത്ര കൊല്ലം ഈ നടുവേദന വന്നിട്ട്? കല്യാണം കഴിച്ചത് എത്ര വർഷം മുമ്പാണ്? 8 കൊല്ലം മുമ്പ് നടുവേദന ഉണ്ടായിരുന്നോ? അന്ന് ആരോഗ്യവാനായിരുന്നില്ലേ? 8 കൊല്ലം മുമ്പുള്ള മനസ്സാണ് ഇപ്പോഴും പ്രമോദിനിപ്പോൾ. ഇപ്പോൾ ഇതാണ് എൻ്റെ അവസ്ഥ എന്നുള്ളത് മൈൻഡ് റീഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മൈൻഡിൽ ബോധമില്ല, അല്ലെങ്കിൽ തിരിച്ചറിയുന്നില്ല. ഈ തിരിച്ചറിവില്ലാത്ത ഈ മനസ്സുമായിട്ട് പ്രമോദ് മുന്നോട്ട് പോയാൽ എന്ത് സംഭവിക്കും? ഇവിടെ നിന്ന് ഈ ശരീരം വീണ്ടും ഇവിടെ എത്തും. ഇപ്പോൾ നടുവേദനയാണ്, ഇവിടെ എത്തും. ഇവിടെ എത്തിക്കഴിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? പറയും. ഇയാൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥ. മനസ്സിലാവണ്ടോ? ഈ ഇത്രയും വർഷം കൊണ്ടും ഈ പ്രമോദിന്റെ മനസ്സ് ശരീരത്തിന്റെ വിഷയങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ മുന്നോട്ട് പോകുന്ന ഈ ശരീരം ഇനിയും ദീർഘനാൾ മുന്നോട്ട് പോയാൽ, സതീലത എന്ന് പറയുന്ന ലേഡി അതിന് നിമിത്തമായതുകൊണ്ടാണ് ഇവിടെ എത്തിയത്. ഇതിനി മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു 5 കൊല്ലം കൂടി കഴിയുമ്പോൾ വണ്ടി ഓടിക്കാൻ പറ്റാണ്ട്. അത് വേണോ വേണ്ടെന്ന് ഈ മൈൻഡാണ് തിരിച്ചറിയുന്നത്. മനസ്സ് തിരിച്ചറിയാത്തതുകൊണ്ടാണ് ഈ അമ്മ ഇത്രയും നാളിലൂടെ വരാൻ താമസം. ഏറ്റവും മാറ്റിയെടുക്കാൻ പ്രയാസമുള്ള കേസാണിത്. വെയിറ്റ് എടുക്കരുത്, കണ്ടിന്യൂസ് വണ്ടി ഓടിക്കരുത്, വീഴരുത്. ചിരി വന്നില്ലേ ഇപ്പൊ? സാറ് ചോദിക്കൂ, ഏതൊരു വെള്ളം കുടിച്ചോട്ടെ? ഫാറ്റി ലിവർ ഉണ്ടാകും. കണ്ടിട്ടില്ല? കണ്ടിട്ടുണ്ടോ? എവിടെ കണ്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? കോഴീനൊക്കെ വീട്ടിൽ മേടിക്കുമ്പോൾ അതിന്റെ കരള് കണ്ടിട്ടില്ലേ? ഇതൊരു ഭംഗിയാ കാണുന്നത്. ഈ കളറാ ചുരിദാറിന്റെ കരള എന്നൊക്കെ വിളിക്കുന്നില്ലേ? ഭാര്യനെ കരള എന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നത് കേട്ടില്ലേ? അത്ര ഭംഗിയുള്ള ഒരു അവയവമാണ് കരൾ. ഈ കരള് ഇങ്ങനെ ഇരിക്കുന്ന ഈ സാധനം, വളരെ ഭംഗിയുള്ള ഈ കരള് എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ആദ്യം അത് കഴിയുമ്പോൾ ഫൈബ്രോസിസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറും. ഫൈബ്രോസിസ്. ഇത് കഴിഞ്ഞിട്ട് ലിവർ സിറോസിസ്. ഗ്രേഡ് 1 എവിടെ കാണാൻ പറ്റും? കണ്ടോ? മരുന്ന് കഴിച്ചിട്ട് എന്തുകൊണ്ടും വാങ്ങുന്നില്ല. സലോൺ ചേച്ചി വരും. സലോൺ ചേച്ചി തന്നെ വീണ്ടും വിളിക്കാം. ചേച്ചിക്ക് സുന്ദരം കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ മൈക്ക് നമ്മുടെ അടുത്തതായി ഒരു ഉച്ചയ്ക്ക് സമയത്ത് ഭയങ്കര ചൊറിച്ചില് വരും. ചൊറിയുമ്പോൾ ഞരമ്പ് കടിച്ചു വരും. കുട്ടികൾക്ക് കഴിച്ചു വരുമ്പോൾ പിന്നെ അവിടെ കാലൊക്കെ ചൊക്കെ കളഞ്ഞിരുന്നു. അത് കാലിന്റെ എന്റെ കാലിന്റെ മുട്ടിനൊക്കെ ചൊക്കെ കളഞ്ഞ മരുന്നൊക്കെ വെച്ച് കണ്ടാ ബ്ലഡ് ചത്തിട്ട് വരുന്നത്. അവരെയൊക്കെ ബ്ലഡ് ഒഴുകുന്നു. 1, 2, 3, 4, 5, 6 സ്റ്റേജ്. ഈ ഒന്നാമത്തെ സ്റ്റേജിൽ ചെറിയ നീല വരകൾ പോലെ ഞരമ്പുകൾ കാണും. രണ്ടാമത്തെ സ്റ്റേജിൽ എത്തുമ്പോൾ ചെറുതായിട്ട് വെരിക്കോസ് തടിക്കും, നമ്മൾ ശ്രദ്ധിക്കില്ല. മൂന്നാമത്തെ സ്റ്റേജിൽ എത്തുമ്പോൾ പെയിൻ ചൊറിച്ചിലൊക്കെ സ്റ്റാർട്ട് ചെയ്യും, ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കില്ല, എന്തെങ്കിലും ഓയിൻമെന്റ് ഒക്കെ തൂത്ത് നടക്കും. 4ാമത്തെ സ്റ്റേജിൽ എത്തുമ്പോൾ ശക്തമായ വേദനയും ശക്തമായ ചൊറിച്ചിലും ആരംഭിക്കും. 5ാമത്തെ സ്റ്റേജിൽ എത്തുമ്പോൾ ഇതുപോലെ കളർ ചേഞ്ച് വരും. 6ാമത്തെ സ്റ്റേജിൽ എത്തുമ്പോൾ 2ാമത്തെ സ്റ്റേജിൽ തന്നെ പൊട്ടും. 6ാമത്തെ സ്റ്റേജിൽ എത്തുമ്പോൾ വലിയ വ്രണമായി. ഇങ്ങനെ വെരിക്കോസ് 1 നിന്ന് 6ലേക്ക് എത്തുമ്പോൾ അത് ഗുരുതരാവസ്ഥ. നിങ്ങൾ എല്ലാ രോഗത്തെയും നിങ്ങൾ ശ്രദ്ധിച്ചോ. വെരിക്കോസ് ആയിക്കോട്ടെ, സ്ട്രോക്ക് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് അസുഖവും ആയിക്കോട്ടെ, നിങ്ങൾ തുടക്കത്തിൽ ശ്രദ്ധിച്ചാൽ ഗുരുതരാവസ്ഥയിലേക്ക് എത്തില്ല. എന്നൊരു
ഇത്തിരി സമയം കൊണ്ട് 15 മിനിറ്റ് കൂടി എനിക്ക് അഡീഷണൽ തരേണ്ടി വരും. ഇഷ്ടമല്ല വരും. ഒരു മനുഷ്യൻ എങ്ങനെ ഗുരുതര ഈ ലെവലിലേക്ക് ആകുമെന്നുള്ളത് ബോധ്യപ്പെടാൻ വേണ്ടി നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റാഫായിട്ട് ജോലി ചെയ്തിരുന്ന കാണാൻ നല്ല മിടുക്കിയായിരുന്നു എന്ന് നേരിച്ച് പറയുന്നു. കണങ്കുല പോലെ മുടിയുണ്ടായിരുന്നു എന്ന് നേരിച്ച് പറയുന്നു. എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഉള്ള രൂപ ഇതാണ്. ആമവാദം വന്നിട്ട് ഈ വർഷങ്ങൾ എത്ര കൊല്ലം മരുന്ന് കഴിച്ചു പറയും. എൻ്റെ പേര് സ്റ്റെല്ല. ഞാൻ മൂവിക്കുളത്താണ്. ഞാൻ 14 കൊല്ലം 2014 മുതൽ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. 8 കൊല്ലം അമൃതയിൽ കഴിച്ചു. പിന്നെ ബാക്കി നെട്ടൂർ ഷെനായ ഡോക്ടർ അടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. വെള്ളം നിറക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം തടയുമായിരുന്നു തൊണ്ടയ്ക്ക്. ഇവിടെ പ്രോഗ്രാം ചെയ്ത് തുടങ്ങിയപ്പോൾ ശ്വാസം മുട്ടുണ്ട്. വർത്താനം പറയുമ്പോ എനിക്ക് തിക്ക് ഭയങ്കര ശ്വാസം മുട്ടുണ്ട്. വർത്താനം പറയുമ്പോഴും നടക്കുമ്പോഴും അതെ. ന്യൂറോ ഡിപ്പാർട്ട്മെന്റിലാണ്, PR ആണ്. ചേച്ചിയാണ്. പിന്നെ ഇദ്ദേഹത്തിന്റെ അമ്മാവന്മാരൊക്കെ ഹൈക്കോടതിയിൽ ചേച്ചി ഇദ്ദേഹത്തിന്റെ അമ്മാവന്മാര് ഹൈക്കോടതി. പക്ഷെ ഇദ്ദേഹം ചെയ്തിട്ടുള്ള അല്ല, ഞാൻ ഏറ്റവും കൂടുതൽ നന്നായിട്ട് മധുരം കഴിക്കുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ ഞാൻ കൊക്കക്കോള കഴിക്കുമായിരുന്നു. മധുരം കൂടുതൽ കഴിക്കുമായിരുന്നു. ഇപ്പം ഞാൻ അതെല്ലാം 3 മാസം കൊണ്ട് അതെല്ലാം മാറ്റി. എനിക്ക് വെയിറ്റ് 23 വർഷം ഇൻഹേലറും നെബുലൈസറും പിന്നെ ഇഞ്ചക്ഷൻ എടുക്കേണ്ടുന്ന ആളാണ്. തണുത്ത സോഡയും തണുത്ത കൊക്കക്കോളയുമാണ് കഴിക്കുന്നത്. ശ്വാസം മുട്ടിലുള്ള ആള് തണുത്ത വെള്ളം കുടിക്കാവോ? ആദ്യം തിരിക്കാവോ? അത് നിർത്തിയപ്പോ തന്നെ പിന്നെ അല്ല, വളരെയധികം സന്തോഷം തോന്നി. കാരണം എല്ലാവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനില്ല, അതൊരു നല്ല സന്തോഷമുള്ള കാര്യമാണ്. ഈ ഒരു കണ്ടീഷനിലെത്തിയാലും മതി. സ്ത്രീകൾ ശ്രദ്ധിക്കുക, ഫാറ്റി ലിവറിന് മരുന്നൊരു പരിഹാരമേ അല്ല. എല്ലാ പഠനങ്ങളും മരുന്നിനെതിരാണ്. കൃത്യമായി ഭക്ഷണം ക്രമീകരിക്കണം. നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ഫാറ്റി ലിവർ വരുന്നവരെപ്പോഴും ചെറിയ ഗിഫ്റ്റൊന്നുമല്ല, അത്യാവശ്യം വിലയുള്ള ഗിഫ്റ്റാണ്. ഒരു കോട്ടം പിടിക്കും. എല്ലാവരും നല്ലൊരു ക്ലാപ്പ് കൊടുക്കും. ഇപ്പോൾ നന്നായിട്ട് കുഴപ്പമില്ല. വെയിറ്റ് കുറച്ചപ്പോൾ ഞാൻ ഈ പ്രോഗ്രാമില് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ബ്ലീഡിങ്ങിന്റെ ഇഷ്യൂസ് ആയിരുന്നു. പിന്നെ എനിക്ക് യൂറിക് ആസിഡ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അലർജറ്റിക് പ്രോബ്ലം ഉണ്ടായി. പിന്നെ 84 കിലോ വെയിറ്റ് ആണ് എനിക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ മൊത്തം 24 കിലോ കുറച്ചു. പിന്നെ എനിക്ക് എപ്പോഴും എനിക്ക് ഇങ്ങനെ തൊണ്ടവേദന, ടോൺസിലൈറ്റിസിന്റെ ഒക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നു. പിന്നെ ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാനിപ്പോ ഈ പ്രോഗ്രാമിലേക്ക് പങ്കെടുത്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്കിപ്പോ എൻ്റെ ജീവിത രീതി പിന്നെ നമ്മുടെ ഈ ഭക്ഷണ രീതിയൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്തു. ഇപ്പൊ ഞാൻ ഹാപ്പി ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു. എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞു പെണ്ണെ, എന്നിട്ടെന്തേ നിന്നെ കേട്ടാൻ ഇന്നു വരെ വന്നില്ലാരും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞു പെണ്ണെ, എന്നിട്ട്